ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഞങ്ങളുടെ ക്ഷേത്രായനം പരിപാടിയുടെ ഈ ഒരു എപ്പിസോഡ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങുകയാണ്. കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തവും വളരെ വലിയ ഐതിഹ്യങ്ങളുടെ കഥകളും പറയാനുണ്ട് ഈ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഓരോ മൺതരികൾക്കും. നമുക്ക് കൂടുതൽ ഇതിന്റെ ഐതിഹ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓച്ചിറ അമ്പലത്തിലെ പുണ്യം ഒന്നുകൂടി നുകർന്നു വരാം. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഓച്ചിറ പരബ്രഹ്മത്തെ ആരാധിച്ചാൽ ദുരിതശാന്തിയും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. കായംകുളത്തിനും കരുനാഗപ്പള്ളിക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഒന്നുമില്ല. അതുതന്നെയാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. നിരവധി ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രത്തെ അല്ലെങ്കിൽ ഈ പടനിലത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട്. ഓച്ചിറ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം വേതാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്രമാണ്. ഹൈന്ദവ ധർമ്മത്തിൽ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടെയും പ്രധാന ആരാധനാമൂർത്തി. കിഴക്കേ ഗോപുര കവാടം മുതൽ 22 ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള 2 ആൽത്തറകളും അതിലെ കാവുകളും അടങ്ങുന്നതാണ് ഓച്ചിറയിലെ ക്ഷേത്ര സങ്കല്പം. ഇതിൽ പരമശിവനെയും ഭഗവാൻ വിഷ്ണുവിനെയും 2 ആൽത്തറകളിൽ ആരാധിക്കുന്നു. ഓച്ചിറയിലെ ഈ ആൽമരങ്ങൾക്കും പറയാനുണ്ട് ഒരു ഐതിഹ്യ കഥ. അകവൂർ മനയിലെ ഒരു നമ്പൂതിരിയുടെ സേവാമൂർത്തിയായിരുന്നു പരബ്രഹ്മം. നമ്പൂതിരിയുടെ ദാസനായിരുന്നു അകവൂർ ചാത്തൻ. നമ്പൂതിരി ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഉച്ചവരെ പരബ്രഹ്മ പൂജ നടത്തും. ഒരിക്കൽ പരബ്രഹ്മ ധ്യാനനിരതനായിരുന്ന നമ്പൂതിരിയോട് പരബ്രഹ്മം എങ്ങനെയിരിക്കുമെന്ന് ചാത്തൻ ചോദിച്ചു. നമ്മുടെ മാടൻ പോത്തിനെ പോലിരിക്കും എന്ന് നമ്പൂതിരി പരിഹാസത്തോടെ മറുപടി പറഞ്ഞു. തന്നെ പരിഹസിച്ചതാണെന്ന് അറിയാതെ ചാത്തൻ അത് വിശ്വസിച്ചു. അന്നു മുതൽ 41 ദിവസം ചാത്തൻ പരബ്രഹ്മത്തെ ധ്യാനിക്കാൻ തുടങ്ങി. 41 ദിവസത്തെ ധ്യാനത്തിനൊടുവിൽ പരബ്രഹ്മം മാടൻ പോത്തിന്റെ രൂപത്തിൽ ചാത്തന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. മാടൻ പോത്തിനെ ചാത്തന് മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. ചാത്തന് ഇത് പരബ്രഹ്മമാണെന്നും അതിനെ തനിക്ക് മാത്രമേ കാണാൻ കഴിയൂ എന്നും അറിയുകയുമില്ല. അത് നമ്പൂതിരിയുടെ വീട്ടിലെ മാടൻ പോത്തായിരിക്കുമെന്ന് ചാത്തൻ കരുതി. ചാത്തൻ പോത്തിനോട് സംസാരിക്കുകയും തീറ്റ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മാടൻ പോത്ത് ചാത്തൻ എവിടെ പോയാലും കൂടെയുണ്ടായിരിക്കും. ഒരിക്കൽ ഇന്നത്തെ ഓച്ചിറ ഭാഗത്തുകൂടി നമ്പൂതിരി വരുമ്പോൾ പിന്നാലെ ചാത്തനും പുറകെ മാടൻ പോത്തും ഒപ്പം വന്നു. അന്നവിടെ നിറയെ വയലായിരുന്നു. പാടത്തേക്കുള്ള പ്രവേശനം ഒരു ചെറിയ വാതിലിൽ കൂടിയും. നമ്പൂതിരിയും ചാത്തനും കൂടി വാതിൽ കടന്നു. ചാത്തൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മാടൻ പോത്തിന് തന്റെ വലിയ കൊമ്പ് കാരണം വാതിൽ കടന്നു വരാൻ കഴിയുന്നില്ല. ഇത് ചാത്തന് മനസ്സിലായി. ചാത്തൻ പോത്തിനോട് തല ചരിച്ചു കയറാൻ പറഞ്ഞു. ഇത് കേട്ട നമ്പൂതിരി ചാത്തനോട് ആരോടാ നീ സംസാരിക്കുന്നത് എന്നൊരു ചോദ്യം. നമ്മുടെ മാടൻ പോത്തിനോട് എന്ന് ചാത്തന്റെ മറുപടി. പക്ഷേ നമ്പൂതിരിക്ക് മാടൻ പോത്തിനെ കാണാൻ പറ്റില്ലല്ലോ. അവസാനം നമ്പൂതിരി ചാത്തനെ തൊട്ടുകൊണ്ട് നോക്കിയപ്പോൾ മാടൻ പോത്തിനെ കണ്ടു. നമ്പൂതിരിയെ കണ്ടതും പോത്തിന്റെ രൂപത്തിലുള്ള പരബ്രഹ്മം അവിടെ നിന്നും ഓടി അടുത്തുള്ള ചിറയിലേക്ക് എടുത്തു ചാടി. ആ ചിറയാണ് പിന്നീട് പോത്തിൻ ചിറയായി മാറിയത്. അത് പിന്നീട് ഓച്ചിറയായും മാറി. പരബ്രഹ്മനാഥമായ ഓങ്കാരത്തിൽ നിന്നാണ് ഓച്ചിറ എന്ന പേര് വന്നത് എന്നാണ് മറ്റൊരു വിശ്വാസം. ഓണാട്ടുചിറ എന്നത് ലോപിച്ചാണ് ഓച്ചിറ ആയതെന്ന് ചില ചരിത്രകാരന്മാരും പറഞ്ഞിട്ടുണ്ട്. പോത്തുപോയതോടെ ചാത്തന് അത് വലിയ വിഷമമുണ്ടാക്കി. പിന്നീട് ആ പോത്ത് പരബ്രഹ്മമാണെന്ന് മനസ്സിലായതോടെ അവസാന കാലം വരെയും ചാത്തൻ ഓച്ചിറപ്പടനിലത്ത് പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് ഭജനമിരിക്കുകയും അവിടെ ആണ്ടുതോറും നടന്നു വന്നിരുന്ന പടയിലൊന്നിൽ ചേർന്ന് മരിച്ചു സായുജ്യം അണയുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അങ്ങനെ ചാത്തൻ ഉണ്ടിരുന്ന സ്ഥലമാണ് ഉണ്ടിക്കാവ് എന്ന് അറിയപ്പെടുന്നത് എന്നും പറയപ്പെടുന്നു. അകവൂറിന് ബ്രാഹ്മണ കുടുംബത്തിൽപ്പെടുന്ന ഒരാളായിരുന്നു ഇത്. ആള് അങ്ങനെ ഇവിടെ തൊഴാൻ വന്ന് പരബ്രഹ്മം എന്ന് പറഞ്ഞ് അങ്ങനെ ചാത്തൻ അയാളുടെ
സേവകന് സംശയം തോന്നിയപ്പോൾ ചോദിച്ചു ആരെയാണ് ഈ വിളിക്കുന്നതെന്ന്. അപ്പോൾ ഈ ചാത്തൻ്റെ അടുത്ത് ബ്രാഹ്മണൻ പറയുന്നത് ഞാൻ പരബ്രഹ്മത്തിന് വേണം. അങ്ങനെ ആരാ ഇതുപോലെ ഇരിക്കും? അവൻ പറയും കാട്ടുപോത്തിൻ്റെ കണക്കിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചാത്തൻ കാട്ടുപോത്ത് ഭജിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ കണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കണ്ടപ്പോൾ ആൾ പറഞ്ഞാൽ കാട്ടുപോത്ത് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു ഞാൻ കാണുന്നില്ല. അപ്പോൾ എന്നെ തൊട്ട് പിടിച്ചുകൊണ്ട് നോക്കാൻ പറഞ്ഞു. പിടിച്ചുകൊണ്ട് നോക്കിയപ്പോൾ അകവോർ ഈ കാട്ടുപോത്ത് അപ്രത്യക്ഷമായി. അതായത് അതാണ് ഈ കാവിൽ എന്ന് പറയുന്നത്. ആ കാവിൽ വെച്ചാണ് പ്രത്യക്ഷനായതും അപ്രത്യക്ഷനായതും. വേലുത്തമ്പി ദളവ കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രം പണി കഴിപ്പിച്ച സമയത്ത് ഓച്ചിറയിലും ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ദേവപ്രശ്നത്തിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ദേവന് ഇഷ്ടമല്ലെന്ന് തെളിഞ്ഞു. ഇന്ന് കാണുന്ന പ്രധാന ആരാധനാ കേന്ദ്രങ്ങളായ ആൽത്തറകൾ രണ്ടും വേലുത്തമ്പി ദളവ പണി കഴിപ്പിച്ചവയാണ്. ഇവിടെ വന്നെത്തിയാൽ നമ്മൾ ആദ്യം കാണുന്നത് അലങ്കരിച്ച് പ്രദക്ഷിണത്തിന് കൊണ്ടുവരുന്ന കാളകളെയാണ്. ശ്രീകോവിലില്ലാത്ത പ്രതിഷ്ഠയില്ലാത്ത മൂലസ്ഥാനത്തിനു ചുറ്റും തൃശൂലങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഓച്ചിറയിൽ ഭസ്മമാണ് പ്രസാദം. ഭസ്മം ശിവവിഭൂതിയായും കാളയെ ശിവവാഹനമായും തൃശൂലം ഭഗവാന്റെ ആയുധമായുമാണ് കാണുന്നത്. അതായത് പരബ്രഹ്മ സ്വരൂപം എന്നത് സാക്ഷാൽ ആദിപരാശക്തി സമേതനായ പരമേശ്വരമൂർത്തിയാണെന്നത് സാരം. അഗതികളും അനാഥരുമായവരുടെ അഭയകേന്ദ്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ദരിദ്രർക്കും രോഗികൾക്കും യാചകർക്കുമായുള്ള കഞ്ഞിപ്പകർച്ച ഏറ്റവും പ്രധാന നേർച്ചയാണ്. മണ്ണ് പ്രസാദമായി നൽകുന്നതാണ് മറ്റൊരു പ്രധാന സവിശേഷത. ഓച്ചിറയിലെ 8 കണ്ടങ്ങളിലും ഉരുളുന്നത് ഒരു പ്രധാന വഴിപാടാചാരമാണ്. ത്വക്ക് രോഗങ്ങൾ മാറാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റ് കാര്യലബ്ധിക്കായും ഉരുളിച്ച നടത്തുന്നവരുണ്ട്. പണ്ട് രോഗം മാറേണ്ടവർ തന്നെ 8 കണ്ടങ്ങളിലും ഉരുണ്ടിരുന്നു. ഇവിടുത്തെ മണ്ണ് ഔഷധ ഗുണമുള്ളതാണെന്ന് ഇവിടുത്തെ ദേശവാസികൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഇപ്പോൾ വഴിപാടുകാരന് പകരം ഉരുളുവാൻ പ്രത്യേകം ആൾക്കാരുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാനെത്തുന്ന നക്ഷത്രവനം ഓച്ചിറയിലെ മറ്റൊരു കൗതുക കാഴ്ചയാണ്. ഓരോ ജന്മനക്ഷത്രങ്ങൾക്കുമായുള്ള മരങ്ങൾ ഒന്നിച്ച് നട്ടുവളർത്തിയെടുത്ത നക്ഷത്രവനത്തിൽ ഓച്ചിറയിലെത്തുന്ന എല്ലാ ഭക്തരും സമയം ചിലവഴിക്കുന്നുണ്ട്. നക്ഷത്രവനത്തിന് ഒത്തുനടുക്കിയിരിക്കുന്ന നന്ദികേശന് മുന്നിൽ തങ്ങളുടെ ആവശ്യങ്ങളുമായി എത്തുന്ന ഭക്തരുമുണ്ട്. ഓച്ചിറ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കുമുണ്ട് പ്രത്യേകതകൾ. മിഥുനമാസത്തിലെ ഓച്ചിറക്കളിയും വൃശ്ചിക മാസത്തിലെ 12 വിളക്ക് മഹോത്സവവും 28-ാം ഓണവുമെല്ലാം ഏറെ പ്രശസ്തമാണ്. വൃശ്ചികം 1 മുതൽ 12 വരെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓച്ചിറ 12 വിളക്ക്. ഈ ദിവസങ്ങളിൽ കുടിൽ കെട്ടി ഭജനം പാർക്കുക എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ പ്രധാന വഴിപാട്. ഈ 12 ദിവസവും ഇവിടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ കൃത്യമായ കണക്കുകൾ ഉണ്ടാവില്ല. കോടിക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. 12 നാൾ നീളുന്ന വൃശ്ചിക മഹോത്സവം കരകൂടൽ ഘോഷയാത്രകളോടെയാണ് തുടങ്ങുന്നത്. ക്ഷേത്രത്തിന് വടക്കുഭാഗത്തെ കരകളുടെ ഘോഷയാത്ര ആശാൻമുക്കിൽ നിന്നും തെക്കുഭാഗത്തെ കരകളുടെ ഘോഷയാത്ര മുതുകാട്ടുകര ദേവീക്ഷേത്രത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. നൂർനാട്ട് നടന്ന പടയോട്ടത്തിന്റെയും പടവെട്ടിന്റെയും ചരിത്ര സ്മരണ ഉണർത്തുന്നതാണ് ഈ കരകൂടൽ. യുദ്ധം നീണ്ടുപോയപ്പോൾ സമാധാനകാംക്ഷികളായ നൂർനാട്ടെ കരനാഥന്മാർ പാഴൂർ മനയിലെത്തി തമ്പുരാനെ മധ്യസ്ഥനായി ക്ഷണിച്ചു വരുത്തി പടവെട്ട് അവസാനിപ്പിച്ചതായാണ് ചരിത്രം. പാഴൂർ തമ്പുരാന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും വൃശ്ചികച്ചിറപ്പിന് കേരളത്തിന് കിഴക്കുവശത്തായി കുടിൽ സ്ഥാപിച്ച് അദ്ദേഹത്തിന്റെ വാളും പീഠവും പൂജിച്ച് കെടാവിളക്ക് വെക്കുന്നു. യുദ്ധത്തിന്റെ ചരിത്രപരമായ അവശേഷിപ്പാണ് ക്ഷേത്രത്തിന് വടക്കുവശത്തുള്ള ചിറ. 2 നൂറ്റാണ്ട് മുൻപ് കായംകുളം രാജാവും അമ്പലപ്പുഴ രാജാവും തമ്മിൽ യുദ്ധം നടന്ന വേദിയാണ് ഓച്ചിറ പടനിലം എന്നാണ് ചരിത്രം പറയുന്നത്. യുദ്ധത്തിന്റെ അവസാനം പരബ്രഹ്മം പ്രത്യക്ഷപ്പെട്ടു യുദ്ധം അവസാനിപ്പിച്ചത്രേ. ചരിത്രപ്രസിദ്ധമായ ഈ യുദ്ധത്തിന്റെ സ്മരണ നിലനിർത്താനായി വർഷം തോറും മിഥുനം 1, 2 തീയതികളിൽ ഓച്ചിറക്കളി നടത്തിവരുന്നു. യോദ്ധാക്കൾ 2 ചേരിയിലായി നിന്ന് യുദ്ധം ചെയ്യുകയാണ് പതിവ്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപായി ഒരു നമ്പ്യാതിരിയുടെ അനുഗ്രഹം വാങ്ങുമായിരുന്നു എന്നും പറഞ്ഞുകേട്ട ചരിത്രത്തിൽ ഉണ്ട്. ഓച്ചിറയിലെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് 28-ാം ഓണത്തിന് നടക്കുന്ന നന്ദികേശന്മാർ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന കെട്ടുകാഴ്ച മഹോത്സവം. 50-ലേറെ കരകളിൽ നിന്നുള്ള കെട്ടുരുപ്പടികളാണ് അന്നേ ദിവസം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര സന്നിധിയിൽ എത്തുക.
ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കെട്ടുകാള കാലഭൈരവൻ ഓച്ചിറയിലെ ഈ 28ാം ഓണാഘോഷത്തിനാണ് എത്തുന്നത്. ആർ സുകുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച പാദമുദ്ര എന്ന മലയാള ചലച്ചിത്രത്തിൽ ഓച്ചിറയിലെ വിശ്വാസങ്ങളെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കുടപ്പനക്കുന്ന് ഹരി രചിച്ച് വിദ്യാധരൻ സംഗീത സംവിധാനം നിർവഹിച്ച് യേശുദാസ് ആലപിച്ച അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ എന്ന ഗാനം വളരെ പ്രശസ്തമാണ്. തകഴിയുടെ 5 പെണ്ണുങ്ങൾ എന്ന നോവൽ ആരംഭിക്കുന്നതും ഓച്ചിറ പടനിലത്ത് നിന്ന് തന്നെയാണ്. നിരവധി ഐതിഹ്യങ്ങളും കഥകളും ഭക്തിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഓച്ചിറ പരബ്രഹ്മത്തെ ഇന്നാട്ടിലുള്ളവർ ഓച്ചിറ വെല്ലിച്ചൻ എന്നാണ് വിളിക്കുന്നത്. ആ വിളിയിൽ സ്നേഹവും ഭക്തിയും ബഹുമാനവും എല്ലാം നിറഞ്ഞിരിക്കുന്നു. ഈ പുണ്യഭൂമിയിൽ ഒരു ദിവസമെങ്കിലും ചിലവഴിക്കാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യം.